അവസാനത്തെ ഒരു സൂക്തം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവിടുന്ന് അല്ലാഹു തആല അന്ന് ശിക്ഷിക്കും പോലെ വേറൊരിക്കലും വേറെ ആരും ശിക്ഷിക്കാനില്ല. അല്ലാഹുവിന്റെ ലാ യൂസിഖു വസഖഹു വഹദ്, അല്ലാഹുവിന്റെ ബന്ധനത്തെ പോലെ ബന്ധിക്കാൻ ഒരു അധികാരിക്കും കഴിയില്ല, അതിനെ അഴിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഇനി അവസാനം സുവിശേഷത്തിലേക്ക് വരികയാണ്. പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞ് ഗതകാല ചരിത്രത്തിൽ നിന്ന് പാഠമുണർത്തി ചെയ്യേണ്ട കർമ്മങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ച് ചെയ്തില്ലെങ്കിലുള്ള അബദ്ധം ഓർമ്മപ്പെടുത്തി ഇനി സാന്ത്വനത്തിന്റെ വചനത്തിലേക്കാണ് ഖുർആൻ വരുന്നത്. യാ അയ്യതുവൻ നഫ്സുൽ മുത്മഇന്നതു ർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. യാ അയ്യതുവൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ അല്ലാഹുവിലേക്ക് വിലയം പ്രാപിച്ച ആത്മാവേ. ഔലിയാക്കളുടെ ഭാഷയിൽ ഇവിടെ ഒരുപാട് വിശദീകരണം അർഹിക്കുന്നുണ്ട്. നഫ്സുൽ അമ്മാറയുണ്ട്, നഫ്സുൽ ലവ്വാമയുണ്ട്. ആ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു വരുന്ന നഫ്സുൽ മുത്മഇന്ന, അല്ലാഹുവിൽ വിലയം പ്രാപിച്ച ആത്മാവ്, കൽപ്പനകൾക്കനുസരിച്ച് മാത്രം ചലിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിയ ആത്മാവ്, അല്ലാഹുവിന്റെ കരുണയിൽ നിന്ന് എല്ലാം പ്രതീക്ഷയർപ്പിച്ച ആത്മാവ്. ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഔലിയാക്കന്മാര് പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. അള്ളാഹു അനുവദിച്ചത് തന്നെ പലതും ഔലിയാക്കന്മാര് അവിടുന്ന് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒഴിവാക്കിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകളെ ഒന്നും അവരെതിർത്തിട്ടില്ല, അവര് ചെയ്യേണ്ടതൊന്നും ചെയ്യാതിരുന്നിട്ടില്ല, വിരോധങ്ങളെ അവര് ചെയ്തിട്ടില്ല. പക്ഷേ അള്ളാഹുവിലേക്ക് മാത്രം പ്രണയം കൊണ്ട് ചാലിങ്ങനെ ബദ്ധരായി. അങ്ങനെ മഹാത്മാക്കളുടെ ഭാഷകൾ അറിയാത്ത ചില ആളുകൾ എന്ത് ചെയ്യും? ഇസ്ലാമിന്റെ ആത്മീയതയെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ആത്മീയത ഇല്ലെന്ന് നിരസിക്കുകയോ ആത്മീയതയെ കൃത്രിമമായി ചിത്രീകരിക്കുകയോ ചെയ്യുന്ന രണ്ട് ഭാവങ്ങളും ഇന്ന് ഇസ്ലാമിനെതിരെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. എന്നാൽ അതതിന്റെ ശൈലിയിലാണ് പോകേണ്ടത്. അതിന് മറുപടി എന്തേ ഉള്ളൂ? അലഇമി ഫിൽ ഹവൽ ഉദ്രി മഅദിറതൻ മിന്നി ഇലൈക വലൗ അൻഫസ്തലം തലുമീ. ഒരു കാമുകനും ഒരു കാമുകയും കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ കമന്റ് പാസ്സാക്കും, അവന്റെ അവളുടെ ഒരു പോക്ക് കണ്ടോന്ന്. പക്ഷേ അവരെ അത് സ്വാധീനിക്കുന്നില്ല. കാരണം അവര് തമ്മിൽ അനുഭവിക്കുന്ന ഒരു പ്രത്യേക പ്രേമാനുഭൂതിയുണ്ട്, അത് നമുക്കറിയില്ല. അതുകൊണ്ട് ആക്ഷേപകന്മാരെ ഇത് പ്രണയത്തിന്റെ സന്ദേശമാണ് എന്നതുപോലെ റസൂലുള്ളാഹിനെ പ്രേമിക്കുന്നവര് ജന്മദിനം വരുമ്പോൾ ഹബീബിനെ ആലിംഗനം ചെയ്യാനുള്ള പ്രണയത്തിൽ കൈത്തണ്ടയിൽ ഇരിക്കുന്ന എന്റെ കുഞ്ഞുമോന്റെ ജന്മദിനത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. അല്ലാഹ് തന്ന നിഅമത്താണ്, അല്ലാഹ് തന്ന അനുഗ്രഹമാണ്. എന്നാൽ അന്നിഅമത്തുൽ കുബറ അലൽ ആലമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ഹബീബിനെ ഞാൻ ഈ കുഞ്ഞിനേക്കാൾ പ്രേമിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ഹബീബ് ജനിച്ച ദിവസം എന്റെ കുഞ്ഞ് ജനിച്ച സന്തോഷത്തെക്കാൾ വലിയ സന്തോഷം എനിക്കുണ്ട്. ബദറു അലൈനാ, അത് കൃത്രിമമായി നിർമ്മിക്കപ്പെടേണ്ടതല്ല, യാന്ത്രികമായി പ്രഭവിക്കേണ്ടതാണ്. അത് ഭാഷയിൽ പരിമിതപ്പെടുന്നതല്ല, ആത്മാവിൽ വിലയം പ്രാപിക്കുന്നതാണ്. കാരണം എന്താ? പ്രണയം എന്താണെന്ന് പറയാൻ എനിക്കറിയില്ല. അൽ ഹുബ്ബു ഹർഫാനി ഹാഉം ബഅദഹാ ബാഉ യലൂദു ഇൻദ മാനിഹൽ അഹിബ്ബാഉ. പ്രേമമെന്ന് പറഞ്ഞാൽ അറബിയിൽ ഹാഉം ബാഉം കൂടുന്ന ഹുബ്ബ് രണ്ടക്ഷരങ്ങളാണ്. എന്നാൽ യലൂദു ഇൻദ മാനിഹൽ അഹിബ്ബാഉ, എനിക്കത് വിശദീകരിക്കാൻ അറിയില്ല. പ്രേമിക്കുന്നവരതിന്റെ മധു അനുഭവിക്കുന്നുണ്ട്. ഉഹിബ്ബുക ലാ തഫ്സീറ ഇൻദി ലിസബവതി ഉഹിബ്ബുക ഇൻദി വൽ ഹവാ ലാ യുഫസ്സറു. അവിടുന്ന് പ്രേമം വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കാരണം എന്താ? ഭൗതികമായി തന്നെ പ്രേമത്തെ നിങ്ങൾ ആലോചിച്ചോളൂ. ചിലപ്പോൾ പ്രേമത്തിന് ന്യായാന്യായങ്ങളുടെ വേറെ സ്കെയിലാണ് ഉണ്ടാവുക. ഒരു പെൺകുട്ടി ഒരുത്തനെ പ്രേമിച്ചു, ആ പെണ്ണിന് തന്നെ നല്ല ഒരു പ്രപ്പോസൽ വന്നു.
100 പവനും കൊടുത്ത് നല്ല ഒരു സിമ്പിളനായ പുതിയാപ്പിളയോടൊപ്പം നല്ല ജീവിതത്തിലേക്ക് ഒരുക്കാൻ ലക്ഷങ്ങൾ പൊടി പൊടിപ്പിച്ചിട്ട് വാപ്പ കല്യാണം ഒരുക്കുമ്പോഴും ഈ പെണ്ണെളിച്ചോടുന്നു. ഒന്നാലോചിച്ചാ മതി. നല്ല സ്വർണം കിട്ടാൻ പോവാണ്, നല്ല വീട് കിട്ടാൻ പോവാണ്, നല്ല പേര് കിട്ടാൻ പോവാണ്. അങ്ങനെ ഭൗതികമായ അന്യായങ്ങൾ നോക്കുമ്പോ ഈ പോണത് ചണ്ടത്തരമാണ്, അല്ലെങ്കിൽ ബുദ്ധിശൂന്യതയാണ്. പക്ഷേ പ്രേമത്തിന്റെ ലാംഗ്വേജ് വേറെയാണ്. അത് ഭൗതികമായി തന്നെ ആലോചിച്ചാൽ കിട്ടുന്നതാണ്. അതുപോലെ ഹബീബായ നബിയോടുള്ള പുണ്യപ്രേമവും നിങ്ങളുടെ നിയമത്തിന്റെ സ്കെയിൽ കൊണ്ട് അളക്കാൻ പറ്റുന്നതല്ല, അത് പ്രേമത്തിന്റെ സ്കെയിൽ കൊണ്ടേ അളക്കാൻ പറ്റൂ. ആ സ്കെയിലും നമ്മുടെ ഉള്ളിനാണുള്ളത്. അതുകൊണ്ട് ഹബീബ് നടന്ന ഭൂമിയിൽ ഫമതാ അഫൂസു ബിനദറത്തിൻ യാ സയ്യിദി ഫമതാ ഉകഹിലു മിൻ സറാക ജുഫൂനി. എപ്പോഴാണ് ആ മദീന കണ്ടൊന്ന് കൺകുളിർക്കുക, എപ്പോഴാണ് ആ മണ്ണെടുത്ത് കണ്ണിൽ വെച്ചൊന്ന് സുറുമയണിയുക. എന്തൊരനുരാഗത്തിന്റെ വാചകമാണ്. ഇബ്രാഹിം എഴുതിയ വരികളാണ്. ഇതുപോലെ ഒരുപാട് ആളുകൾ പ്രണയ കാവ്യം നടത്തിയിട്ട് റസൂലുള്ളാഹിനോട് ആലിംഗനം ചെയ്യുകയാണ്. അസൂയ വെച്ചിട്ട് കാര്യമില്ല. അതിനെ നിയമത്തിന്റെ വടി കൊണ്ട് അളക്കേണ്ടതല്ല, പ്രേമത്തിന്റെ അളവുകോല് കൊണ്ട് രുചിക്കേണ്ടതാണ്. അതുപോലെ അള്ളാഹുവിലേക്ക് വിലയം പ്രാപിച്ച ആളുകൾ, അവർക്ക് അല്ലാഹു തആല ഫുതൂഹാത്തുകൾ നൽകുന്നു. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി വിശദീകരിക്കുന്നു. ഇമാം ഫഖറുദ്ദീൻ റാസി ഫാത്തിഹയുടെ വിശദീകരണത്തിൽ പറയുന്നു, അവിടെ മഹാന്മാരുടെ കൽബുകൾ അല്ലാഹുവിലേക്കടുത്ത് അവരുടെ പ്രഭാവത്തിന്റെ പ്രകാശത്തിന്റെ രേണുക്കളെ കൽബിലേക്കടുത്താൽ അവരുടെ മനസ്സിലേക്ക് പ്രപഞ്ചം മുഴുവനും പ്രതിബിംബിക്കുകയാണ്. പ്രപഞ്ചം മുഴുവനും പ്രതിബിംബിക്കുകയാണ് അവരുടെ കൽബിൽ, അവരുടെ മനസ്സിലേക്ക് വരികയാണ്. ഗൂഗിൾ എർത്ത് നോക്കിക്കോളൂ നിങ്ങൾ, അതിൽ കാണാൻ നമ്മുടെ തിരൂരിലെ ഈ മുനിസിപ്പൽ ഹാള് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഈ ടൗൺ ഹാള് കാണാൻ പറ്റും. എന്നതുപോലെ അതിനേക്കാൾ വലിയ സംവിധാനമാണ് ഒരു മുഅ്മിനിന്റെ കൽബിന് ഗൂഗിൾ ക്യാമറയേക്കാൾ പവർ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവര് നോക്കുമ്പോൾ ലോകം ഒരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ. കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് ഗൂഗിൾ എർത്ത് സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതാ അമേരിക്കയിലെ കാലിഫോർണിയയിലെ ചെറിയ ചെറിയ ഗല്ലികൾ അടയാളപ്പെടുത്തിയത് കാണുന്നു. ഒരു മൗസ് ക്ലിക്കിന്റെ ദൂരമേ വേണ്ടൂ. അതുപോലെ ഔലിയാക്കളുടെ കൽബ് അല്ലാഹു തആല ഫുതൂഹാത്ത് കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിനേക്കാൾ ലോലമായ സിമ്പിളായ രൂപത്തിൽ അവരുടെ മനസ്സിൽ തെളിയുന്നു. യാ സാരിയ അൽ ജബൽ അൽ ജബൽ. ഉസ്താദ് അവர்கள் ഉദ്ഘാടന ഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തിയതാണ്. ഇപ്പോഴോ അങ്ങനെ നല്ല പവറുള്ള ക്യാമറകൾ ഉപയോഗിച്ചാൽ നാസയുടെയും മറ്റും ക്യാമറകൾ എത്രയോ പവറിലാണ് ഓരോ ചിത്രങ്ങൾ നൽകുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്തിരുന്നു കൊണ്ട് നമ്മുടെ ബഹിരാകാശ ഗവേഷണ പണ്ഡിതന്മാര് ഇപ്പൊ ചന്ദ്രനിൽ ഇന്നത് നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നില്ലേ? അത് അംഗീകരിക്കുന്നില്ലേ? അവിടെ 800 കിലോ ഭാരമുള്ള സാധനം കൊണ്ടുപോയി ഇറക്കിയെന്ന് പറയുമ്പോൾ നമ്മളത് കൊട്ടിപ്പാടി നടക്കുന്നില്ലേ? എന്നാൽ അവര് ഭൗതികമായ മാനദണ്ഡങ്ങളുടെ ഭാഷയിലാണത് പറയുന്നത്. എന്നാൽ ആത്മീയമായ കാരണങ്ങളാൽ ഔലിയാക്കന്മാരതാ കൺട്രോൾ നടത്തുന്നു. മദീനത്തെ മിമ്പറിൽ നിന്നുകൊണ്ട് ഗൂഗിൾ മാപ്പിന്റെ സൗകര്യമില്ല, മൊബൈൽ ടെക്നോളജി ഇല്ല, സാറ്റലൈറ്റ് സംവിധാനമില്ല. അതിന്റെ എല്ലാം പടച്ചവന്റെ സംവിധാനമുണ്ട്. അതുകൊണ്ട് ഒരൊറ്റ നോട്ടമാണ്. ഓ സാരിയ, ആ സൈന്യം തിരിച്ചു വരുന്നുണ്ട്, വിശ്രമിക്കാനായിട്ടില്ല. അങ്ങനെ റിമോട്ട് കൺട്രോൾ നടത്തിയ ഭരണാധികാരികളുണ്ട്. അപ്പൊ മഹാന്മാരുടെ കറാമത്തുകളെയും അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തുകളെയും മഹത്തുക്കളുടെ മഹിതഭാവങ്ങളെയും ആധ്യാത്മികതയുടെ ടേമുകളെയും ഈ ഭൗതികതയുടെ നിയമങ്ങളും ഇക്വേഷൻ വെച്ചുകൊണ്ടല്ല അളക്കേണ്ടത്. അതിന് ആത്മീയതയുടെ ഭാഷയുണ്ട്, അതിന്റെ ഇസ്തിലാഹാത്തുകളുണ്ട്. അത് വെച്ചുകൊണ്ട് പഠിക്കുമ്പോൾ പ്രശ്നമില്ല.
പിന്നെ എനിക്ക് അനുഭവവേദ്യമായതേ ഞാൻ എടുക്കൂ എന്ന് പറയുന്നത് ന്യായമല്ല. ഓരോക്കാൻ വേണ്ടി നെഞ്ചത്ത് വെച്ച ടെലസ്കോപ്പ് ചിലപ്പോ പുറത്തുകൂടി ഒന്ന് വെച്ച് നോക്കും, ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പൊ ഡോക്ടറോട് ചോദിക്കരുത് എന്തിനാണ് ഇപ്പൊ എന്റെ മുതുകത്ത് വെച്ചത്, നെഞ്ചുവേദനയ്ക്കല്ലേ ഞാൻ വന്നത്. അയാൾക്ക് അതിൻ്റെതായ ന്യായമുണ്ട്, അത് അയാൾക്ക് വിട്ടുകൊടുക്കേണ്ടതാണ്. എഞ്ചിനീയർ വരയ്ക്കുന്ന സമയത്ത് 4 മൂലയുള്ള വീടിന് എന്തിനാ എഞ്ചിനീയറെ 8 വരെ എന്ന് ചോദിക്കേണ്ട. അയാൾക്ക് അതിൻ്റെതായ 3D 2D മെഷർമെന്റ് വെച്ചുകൊണ്ടുള്ള വരകൾ അയാൾക്കുണ്ട്, അത് അയാൾക്ക് വിട്ടുകൊടുക്കണം. അതുപോലെ ആത്മീയ പണ്ഡിതന്മാര് ആത്മീയ വിഷയം പറയുമ്പോൾ എന്തിനാണ് എവിടെങ്കിലും ഒതു മുറിഞ്ഞതിന് കയ്യും കാലും കഴുകുന്നതെന്ന് ചോദിക്കേണ്ടതില്ല, അതിനതിൻ്റെതായ ന്യായമുണ്ട്. എന്നതുപോലെ ഓരോ വിജ്ഞാനത്തിനും അതിൻ്റെതായി കൈകാര്യം ചെയ്യാൻ അർഹതപ്പെട്ട ആളുകളുണ്ട്, അതവർക്കങ്ങ് വിട്ടുകൊടുത്തേക്കണം. ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അറിയാത്തത് അറിയുന്നവരോട് ചോദിക്കണം. എന്തെങ്കിലും അറിയുന്നവരോട് ഏതെങ്കിലും ചോദിക്കലല്ല, ഓരോന്ന് അറിയുന്നവരോട് അതാത് ചോദിക്കലാണ്. അപ്പോൾ ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികൾ അറിയാൻ അഇമ്മത്തിനോട് ചോദിക്കണം, അവരതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം അതിനായിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ ശൈബാനിയുടെ ജീവിതം അതിനായിരുന്നു. മാലിക് ബിൻ അനസ് തങ്ങളുടെ ജീവിതം അതിനായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളുടെ ജീവിതം അതിനായിരുന്നു. ഇമാമുൽ ഇസ്ഫറാഈനിയുടെ ജീവിതം അതിനായിരുന്നു. ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം അതിനായിരുന്നു. ഇമാമുൽ മുസനിയുടെയും നവവിയുടെയും ഹറമൈനിയുടെയും റളിയല്ലാഹു അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ അവരെ ആത്മീയതയുടെ ടെലസ്കോപ്പുകൾ ഉണ്ടാക്കിയവരും ടെലസ്കോപ്പുകൾ കൈകാര്യം ചെയ്തവരും മൈക്രോസ്കോപ്പ് നിർമ്മിച്ചവരും അങ്ങനെ ആ മേഖലയിൽ അതോറിറ്റി ഉള്ളവരാണ്. അവരെ അങ്ങനെ വിട്ടുകൊടുത്താൽ ഇവിടെ യാതൊരു പ്രതിസന്ധികളും വരാനില്ല. അപ്പൊ നമുക്ക് വരാം, യാ അയ്യത്തുവൻ നഫ്സുൽ മുത്മഇന്ന, അല്ലാഹുവിലേക്ക് ലയിച്ചിട്ട് സാന്ത്വനം നേടിയ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി, നീ നിന്റെ റബ്ബിലേക്ക് മടങ്ങിക്കോ. അല്ലാഹുവിൽ നിന്ന് വന്നവനാണെന്ന സൂചനയല്ലേ, അല്ലാഹുവിലേക്ക് മടങ്ങിക്കോ. റാദിയതൻ മർദിയ, സംതൃപ്തമായി തൃപ്തി സ്വീകരിച്ച് മടങ്ങിക്കോ, കടന്നോ. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, എന്റെ പ്രിയപ്പെട്ടവരോടൊപ്പം എന്റെ പ്രിയപ്പെട്ടവരുടെ വീടായ സ്വർഗത്തിലേക്ക് കടന്നു. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ വഫാത്താകുന്നു. കഫൻ പുടവ പൊതിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ പ്രാക്കുഞ്ഞിനെ പോലെയുള്ള പറവ വന്ന് അതിന്റെ ഉള്ളിലേക്ക് കയറുന്നു. അതൊരു ആധ്യാത്മികതയുടെ ശൈലിയാണെന്നതുകൊണ്ട് പരതാൻ നിന്നില്ല. ഖബറിന്റെ ഉള്ളിലേക്ക് മഹാനവറുകളെ വെച്ചപ്പോൾ അകത്തു നിന്ന് കേൾക്കുന്നു, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളെ കൊണ്ടുവന്ന് ഖബറിടത്തിലേക്ക് കിടത്തുമ്പോ ഖബറിൽ നിന്ന് അശരീരി വന്ന് സ്വർഗത്തിലേക്ക് പോയേ. അതുപോലെ ഇമാമിങ്ങളെല്ലാം അവരുടെ ജീവിതത്തിന്റെ പര്യവസാനങ്ങളിൽ ശുഭസൂചനകൾ നൽകിയിട്ട് യാത്ര പറഞ്ഞവരാണ്. ഞാൻ എന്റെ വിഷയാവതരണം തൽക്കാലം അവസാനിപ്പിക്കുന്നു.